ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മുടെ വീഡിയോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആർട്ടാണ്. ഏതിലെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്കെയിലെല്ലാം വെച്ച് നല്ല ഇതിൽ ചെയ്യുമ്പോൾ കറക്റ്റ് ഇത് കിട്ടും. ഞാൻ സ്കെയിലില്ലാതെ ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ സ്പെല്ലിംഗ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇത് 3D മോഡലാക്കി മാറ്റണം. മോഡലാക്കണം. ഇനി നമുക്കിതിന് കളർ കൊടുക്കണം. പെൻസിലേറ്റ് ആദ്യം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്താനൊക്കെ ഉണ്ടെങ്കിൽ, മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യം പെൻസിൽ കൊണ്ട് എഴുതുന്നത്. നമ്മൾ സ്കെച്ച് കൊണ്ട് തന്നെ ആദ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് തിരുത്താൻ കഴിയില്ല. പിന്നെ അതുപോലെ പറഞ്ഞതുപോലെ സ്കെയിൽ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും. അത് ഫുള്ളായിട്ട് 3D ഇത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്ക് നമ്മൾ എന്തെങ്കിലും നല്ലൊരു കളർ കൊടുക്കാം. അപ്പോൾ കളർ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ആയി വന്നിട്ടുണ്ട്, കാണാം. ഇങ്ങനെ ഓരോ സ്പെല്ലിങ്ങും നമുക്ക് എഴുതാൻ പഠിക്കാം. ആദ്യം പഠിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇവിടെ വരച്ച് വെക്കണം. നമ്മൾ ഇതാണ് ഒന്നാമത്തേത്. അത് നമ്മൾ ആദ്യം ഇവിടെ അതിവിടെ വരച്ച്, പിന്നെ ഇതാണ് രണ്ടാമത് ചെയ്യേണ്ടത്. അളവ് എല്ലായിടത്തും കറക്റ്റായിരിക്കണം കേട്ടോ. ഇങ്ങനെ ഇടണം. ഓക്കെ, സ്കെയിലൊക്കെ വെച്ച് വരച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഒരേ അളവിൽ കിട്ടുള്ളൂ. പിന്നെ 3D ഇടലാണ്. നമുക്ക് ഇതിപ്പോൾ ഈ സൈഡിലോട്ടിട്ടുള്ളത്, ഇത് നമുക്ക് ഇങ്ങോട്ടോ ഈ സൈഡിലോട്ടൊക്കെ ആക്കാം. ഞാൻ അതേ സൈഡിലോട്ട് ഇട്ട് കാണിച്ചു തരാം. ഉണ്ടോ, എല്ലാം ഒരേ അളവായിരിക്കണം. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ സ്പെല്ലിങ് പഠിക്കാം. ഇന്ന് AM ആണ്. അങ്ങനെ നമുക്ക് BCD അതുപോലെ മറ്റുള്ള അക്ഷരങ്ങളും മലയാളത്തിലായാലും തമിഴിലായാലും ഒക്കെ നമുക്ക് പഠിക്കാം. ഇന്ന് ഈ എങ്ങനെയെന്നുള്ളതൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.
ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.